സിനിമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ താൻ ആരാ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ റിവ്യൂ ആണ്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ സമയങ്ങളുടെ നേരെ വീഡിയോ ചാനലിലാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഫ്രം സിനിമ മീഡിയ. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരെന്ന് പറയാനായിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് സിനിമയിൽ മെയിനായിട്ടുള്ള കഥാപാത്രം. അതായത് ഒരു ഈ സിനിമയിൽ ഷൈൻ ടോം ചാക്കോ ഒക്കെ ഉണ്ട്, പക്ഷേ മെയിനായിട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറയാനായിട്ട് അത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ഷൈൻ ടോം ചാക്കോ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്, പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ പുള്ളിക്കാരൻ സ്റ്റാറാന്ന് പറയുന്ന ഒരു പടം ഉണ്ടല്ലോ, ആ പടത്തിൽ അഭിനയിച്ചേക്കണ നടി, നമ്മുടെ മമ്മൂക്കയുടെ പുറകെ കിടക്കണ ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു പെണ്ണും ഈ സിനിമയിലുണ്ട്. പിന്നെ എന്ന് പറയാനായിട്ട് അജു വർഗീസ് ഉണ്ട്, പിന്നെ 2-3 പേരൊക്കെ ഉണ്ട്, അവരുടെ പേരൊന്നും അറിയത്തില്ല. അപ്പം ഇത്രയും പേരാണ് സിനിമയുടെ കാസ്റ്റിങ് എന്ന് പറയാനായിട്ട്. പിന്നെ സിനിമ സംവിധാനം ചെയ്തേക്കുന്നത് ഹരിദാസ്, അറിയത്തില്ല. പിന്നെ സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത് റാഫി. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വെക്കാം. പടം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആവറേജ് പടം. ഈ സിനിമയുടെ ഡ്യൂറേഷൻ തന്നെ പറയുന്നത് 1.25 മണിക്കൂർ മാത്രമേ ഈ സിനിമ ഉള്ളൂ. ഈ സിനിമ OTT വന്നിട്ടുണ്ട്, കാണാത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് കണ്ടുവെക്കുക, എന്നിട്ട് ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമയുടെ കഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കഥയൊന്നുമില്ല. ആ ഒരു ഡ്യൂറേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഒന്നുമല്ല ഈ സിനിമയിലുള്ളത്. എന്താ ജസ്റ്റ് ഒരു രാത്രി നടക്കുന്ന കാര്യം അതാണ് ഈ സിനിമ പറഞ്ഞു തന്നത്. അതായത് മൊത്തത്തിൽ ഒരു അവിഹിതം പിടിക്കുന്ന ഒരു ഇതാണ്. ഇതിൽ വിഷ്ണുണി കൃഷ്ണൻ കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. പുള്ളിക്കാരൻ ഞെടിയൻ ചന്തു എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചിട്ട് എന്തൊക്കെയോ കാണിക്കേണ്ടായിരുന്നു. അതിൽ ഭയങ്കര ഷോവായിരുന്നു പുള്ളിക്കാരൻ. ഇതിൽ പക്ഷേ കിഡിലായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോ MLA ആണ് ഈ സിനിമയിൽ. ഒരു പുള്ളി വേറൊരു പെണ്ണായിട്ട് അവിഹിതത്തിലാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു പോകുന്ന, അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. ജസ്റ്റ് 1.25 മണിക്കൂർ മാത്രമേ പടമുള്ളൂ. അപ്പോൾ സമയമുള്ളവരാണെങ്കിൽ ഈ പടം കണ്ടുവെക്കുക. എനിക്ക് ചിലപ്പോൾ വർക്കാവായിരിക്കും. ഒരു ഫാമിലിയൊക്കെ ഇട്ടിരുന്ന് കാണാൻ പറ്റിയൊരു പടം. ജസ്റ്റ് അത്രേ ഉള്ളൂ, വലിയതായിട്ടൊന്നുമില്ല ഈ പടത്തിൽ. പിന്നെന്ന് പറയാനായിട്ട് ലാഗൊന്നുമില്ല ഈ പടത്തിൽ. കുറെ പാട്ടൊക്കെ ഉണ്ട് ഇതിൽ, 2-3 പാട്ടൊക്കെ ഈ സിനിമയിലുണ്ട്. അതൊക്കെ ഒഴിവാക്കി വെച്ചെങ്കിൽ ഇച്ചിരി കൂടി നന്നായിട്ട് വന്നാനെ. ഇതിന് നല്ലൊരു സ്റ്റോറി ആക്കായിരുന്നു, നല്ലൊരു സിനിമയൊക്കെ ആയിരുന്നു. പക്ഷെ അതവർ വേണ്ട രീതിയിൽ ചെയ്തില്ല. റാഫിയാണ് ഇതിന്റെ റൈറ്റർ. എനിക്ക് പുള്ളിക്കാരൻ നല്ലൊരു റൈറ്ററാണ്, ഒരു നല്ലൊരു ഡയറക്ടറാണ്. എന്നിട്ടാണ് ഈ പടത്തിൽ എന്താ കാണിച്ചേക്കണ, ഒരു മെനക്കുള്ള ഒരു സ്റ്റോറി ഇല്ല. അവിടെ ഉണ്ട്, ഒരു പ്ലോട്ട് ഉണ്ട്, ഒരു ചെറിയ പ്ലോട്ട് ഉണ്ട്. അപ്പം ആ പ്ലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വലിയൊരു സ്റ്റോറി ആക്കിയിട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അത്രേ ഉള്ളൂ. കുറേ ഇനി ഷൈൻ ടോം ചാക്കോനെ പറ്റി പറയണമെങ്കിൽ പുള്ളിക്കാരനെ പറ്റി കുറേ പറയാനുണ്ട്. കാരണം പുള്ളി ഭയങ്കര ഓവറാണ്. ഓവറെന്ന് പറഞ്ഞാൽ ഈ ചങ്ങാടി ചാടി ഇങ്ങാടി ചാടി അങ്ങനെ ഭയങ്കര ഷോ പോയിരുന്നു പുള്ളിക്കാരൻ്റെ കുറേ ഡയലോഗ്സ് ആയാലും ശരി, ഭയങ്കര ചില ഡയലോഗ്സ് അങ്ങോട്ട് ക്രഞ്ച് സാധനം. പിന്നെ ഇതിലെ നായിക എടുത്ത് പറയേണ്ട പുള്ളിക്കാരനെ പറ്റിയാണ്. ആ നായിക എന്ത് അഭിനയമാണ്, ഭയങ്കര ഷോക്ക് അഭിനയമായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ കണ്ടിരുന്നതോ ജസ്റ്റ് ഒരു നോർമൽ മൂവി. ഇതിലെ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. കുറേ ക്യാരക്ടേഴ്സ് ഒന്നും പറയാനില്ല. ഇതിൽ അജു വർഗീസ് അവരൊക്കെ എന്തൊക്കെയാ കാണിക്കണമെന്ന് അറിയത്തില്ല എനിക്ക്. അവരെന്താ കാണിക്കണം, അജു വർഗീസൊക്കെ എന്താ കാണിക്കണം, എന്നിട്ട് അങ്ങാട് എന്തൊക്കെയൊക്കെയോ കാണിച്ചു പോകണം. മൊത്തത്തിലൊരു അവിഹിതം, എല്ലാവരും ഭയങ്കര അവിഹിതപ്പെടണം. പക്ഷെ എല്ലാവരും ഇതിൽ എല്ലാവരും ഭയങ്കര അവിഹിതത്തിലാണ്. പക്ഷെ ഈ വിഷ്ണു കൃഷ്ണനും ഭാര്യയാണെങ്കിൽ കള്ളനും കള്ളിയും. ഷൈൻ ടോം ചാക്കോക്ക് ആണെങ്കിൽ വേറൊരു അവിഹിതമുണ്ട്, ഒരു പെണ്ണായിട്ട്. ഷൈൻ ടോം ചാക്കോന്റെ ഭാര്യയ്ക്കാണെങ്കിലോ അജു വർഗീസായിട്ട് അവിഹിതം. ഇതാണ് മൊത്തത്തിൽ ഈ 1.25 മണിക്കൂർ ഇതന്നെ കാണിച്ചു പോണേ. ഒരു ഒറ്റ രാത്രി നടക്കുന്ന കഥയാണിത്. സമയമുള്ളവരാണെങ്കിൽ ഈ പടം ഒന്ന് കണ്ടുനോക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് പേഴ്സണലി ഈ സിനിമ വലുതായിട്ടൊന്നും തോന്നിയില്ല. ഒരു വലിയൊരു മോശം പടമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു നോർമൽ മൂവി. 5-1 കൊടുക്കുക റേറ്റിങ്, അത്രയൊക്കെ ഉള്ളൂ ഈ പടം. അല്ലാണ്ട് വലിയ ഇതൊന്നുമില്ല. സമയം ഉള്ളവരാണെങ്കിൽ ഈ പടം ഒന്ന് കണ്ടു വെക്കുക.
ഞാൻ പറഞ്ഞു തന്നെ പറയുന്നത്. പിന്നെ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. വീഡിയോസൊക്കെ 2-3 പേര് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. ഒന്ന് പ്ലീസ് അല്ലേ, നമ്മൾ പുതിയ ചാനലല്ലേ, നമുക്കൊന്ന് കയറി വന്നാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെ പറ്റി പറയാനായിട്ട്. വലിയൊരു പടമൊന്നുമല്ല, ജസ്റ്റ് ഒരു നോർമൽ മൂവി, ഫാമിലിയൊക്കെ ഇട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. സമയം കളയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങൾക്ക് വലിയൊരു ഡിസപ്പോയിൻമെന്റ് ആയിരിക്കില്ല. ഫാമിലിയൊക്കെ ഇട്ടിട്ട് പടം കാണണമെങ്കിൽ അവർക്കൊക്കെ ഈ പടം ഇഷ്ടപ്പെടായിരിക്കും. പക്ഷെ പേഴ്സണലി എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഈ പടം ഇല്ല. കണ്ടുവെക്കുക, കാണത്തിട്ടുണ്ടെങ്കിൽ കണ്ടുവെക്കുക. അപ്പം ശരിയടി, വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോ. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ കാണാം. അടുത്ത വീഡിയോ ഗെയിം ചേഞ്ചറിൻ്റെ റിവ്യൂ. അത് വരാനൊരു ദിവസം വൈകും. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നടി. അപ്പോൾ വീഡിയോ പെട്ടെന്ന് സ്റ്റോപ്പായി പോയി. അതാണ് അവിടെ വെച്ച് നിർത്തിയത്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അപ്പോൾ പുതിയ വീഡിയോ കാണാനേ ബൈ ഗേസ്. അപ്പോൾ ഗെയിം ചേഞ്ചറിൻ്റെ വീഡിയോ ആയിരിക്കും വന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ റിവ്യൂ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിപാടി ഉണ്ട്. അന്നൊരു കല്യാണമുണ്ട്, കോട്ടയം വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിം ചേഞ്ചറിന് അന്ന് പോകാൻ പറ്റില്ല. നമ്മൾ അതിനൊക്കെ വന്നതിനിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പടം കാണുന്നത്. പിന്നെ ഈ സിനിമ OTT വന്നിട്ടുണ്ട്. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് എനിക്കറിയത്തില്ല. നെറ്റ്ഫ്ലിക്സിലാറ്റാന്ന് തോന്നുന്നു. നെറ്റ്ഫ്ലിക്സിലല്ല, പ്രൈമാ, ആമസോൺ പ്രൈമിലാറ്റാന്ന് തോന്നണോ വന്നേക്കണേ. കാണാത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് കണ്ടോക്ക്. ഓക്കെ, ബൈ. ഗെയിം ചേഞ്ചറിൽ കാണാം.